രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ച് വാർത്തകളിൽ നിറഞ്ഞ എഴുത്തുകാരിയും കോൺഗ്രസ് നേതാവുമായ എം.എ. ഷഹനാസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നു. വ്യാജരേഖാ നിർമ്മാണം മുതൽ ആൾമാറാട്ടം വരെ നീളുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിന്മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. എം.എ. ഷഹനാസ് കള്ളപ്പണ ഇടപാട് നടത്തുന്നതായി സംശയം എന്നാണ് പ്രധാന പരാതി. കാസർഗോഡ് സ്വദേശിയും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ നിയാസ് മലബാറിയാണ് പരാതിക്കാരൻ. നേരത്തെ IAS നേടിയ എന്ന അവകാശവാദം ഉന്നയിച്ച ഒരു കോളേജിൽ നിന്ന് ഷഹനാസ് സ്വീകരണം വാങ്ങിയത് വലിയ വിവാദമായിരുന്നു. എന്നാൽ പരിശോധനയിൽ അങ്ങനെ ഒരാൾ സിവിൽ സർവീസ് ലിസ്റ്റിൽ ഇല്ലെന്ന് വ്യക്തമായി. അതൊരു തുടക്കം മാത്രമായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്നത് ഷഹനാസിനെതിരെയുള്ള മറ്റ് ആരോപണങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ നിയാസ് മലബാറി എന്ന ഫേസ്ബുക്ക് ഹാൻഡിലിൽ പുറത്തുവിട്ട തെളിവുകൾ ഷഹനാസിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നതാണ്. പ്രിയ സിജേഷ് എന്ന പേരിലുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസിന്റെ പകർപ്പാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. പ്രിയ സിജേഷും ഷഹനാസും ഒരാളാണെന്ന സംശയവും ഇതോടെ ബലപ്പെട്ടു. ഈ രേഖകളിൽ പിതാവിന്റെ പേര് ഡോക്ടർ സിജേഷ് ടി എന്നാണ്. എന്നാൽ പാസ്പോർട്ടിലേക്ക് വരുമ്പോൾ കഥ മാറുന്നു. അവിടെ പിതാവിന്റെ പേര് മറ്റൊന്നാണ്. പാസ്പോർട്ട് പ്രകാരം ഭർത്താവ് സിജേഷ് തെക്കേപ്പാട്ടാണ്. രസകരമായ കാര്യം, പേര് മാറുമ്പോഴും വിലാസം ഒന്ന് തന്നെയാണ് എന്നതാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് ഫറൂഖ് സ്വദേശി ഡോക്ടർ സിജേഷിന്റെ ഭാര്യ എം.എ. ഷഹനാസിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. ഷഹനാസ് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഗൂഗിൾ പേ നമ്പർ പ്രിയ സിജേഷ് എന്ന പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നതെന്ന് കണ്ടതിലും പുറത്തു വന്നിട്ടുണ്ട്. വിവാദം പുകഞ്ഞതോടെ ഈ നമ്പർ മാറ്റിയതായും ആരോപണമുണ്ട്. ഒരേ സമയം വ്യത്യസ്ത പേരുകളിൽ ഔദ്യോഗിക രേഖകൾ ഉണ്ടാക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്നിരിക്കെ ഷഹനാസിന് ഇനി കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നാണ് വിവരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ച പരാതി ഗൗരവമായതിനാൽ പ്രാഥമിക അന്വേഷണത്തിന് പോലീസിന് കൈമാറിയിരിക്കുകയാണ്. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക, രേഖകൾ കൃത്രിമമായി നിർമ്മിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസ് എടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. എന്നാൽ ഉയർന്നു വന്ന ഒരു ആരോപണത്തോടും ഇതുവരെ ഷഹനാസ് വ്യക്തമായി പ്രതികരിച്ചിട്ടില്ല. കേസ് കൊടുക്കാൻ വെല്ലുവിളിക്കുന്ന പോസ്റ്റ് ഷഹനാസ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്താ സമ്മേളനത്തിൽ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഷഹനാസിനെതിരെ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണവും രൂക്ഷമായത്. ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലും വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ മോശക്കാരനാക്കി ചിത്രീകരിച്ചു എന്നാണ് രാഹുൽ നോട്ടീസിൽ പറയുന്നത്. ഷഹനാസിന്റെ പരാമർശങ്ങൾ തനിക്ക് മാനനഷ്ടമുണ്ടാക്കിയെന്നും 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം വക്കീൽ നോട്ടീസ് അയച്ചത്. എം.എ. ഷഹനാസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവുമില്ല. 100 പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്നും നഷ്ടപരിഹാര തുക ഇതിനായി ചിലവഴിക്കുമെന്നും രാഹുൽ വക്കീൽ നോട്ടീസിൽ പറയുന്നു. ഫെബ്രുവരി 3-നാണ് ഷഹനാസ് വാർത്താ സമ്മേളനം നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു അന്ന് ഉന്നയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചാനലിന് നൽകിയ അഭിമുഖം പണം നൽകിയാണ് നടത്തിയതെന്നും ഷഹനാസ് ആരോപിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമുഖം വന്നതിന് പിന്നാലെയായിരുന്നു ഷഹനാസിന്റെ വാർത്താ സമ്മേളനം. രാഹുൽ ലൈംഗിക വൈകൃതമുള്ള ആളാണെന്നും കോഴിയെന്നാണ് പണ്ടേ അറിയാമായിരുന്നു എന്നാണ് ഷഹനാസ് പറഞ്ഞത്. രാഹുലിനെ പരസ്യ സംവാദത്തിന് ഷഹനാസ് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. രാഹുലിന് ധൈര്യമുണ്ടോ എന്റെ മുന്നിലിരുന്ന് സംസാരിക്കാൻ? രാഹുലിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ താൻ തയ്യാറാണെന്നും ഷഹനാസ് വെല്ലുവിളിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ DGPക്ക് പരാതി നൽകിയതും. ഷഹനാസിനെതിരെ കേസ് എടുക്കണമെന്നും ഗൂഢാലോചന നടന്നു എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പരാതി നൽകിയത്. രാഹുൽ വക്കീൽ നോട്ടീസ് അയച്ചതിനെ പിന്നെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ഷഹനാസ് രംഗത്ത് വന്നത്. കോഴിക്കോട് ബീച്ചിൽ നിന്നുള്ള വീഡിയോയുമായിട്ടായിരുന്നു ഷഹനാസ് രംഗത്തെത്തിയത്. എണ്ണിക്കൊണ്ടിരിക്കുന്നു കോടികളെല്ലാം പറന്നു പൊങ്ങി പൊട്ടിത്തകർന്ന കുമ്മിളകൾ എന്ന് പറഞ്ഞ് കുമ്മിള പരത്തുന്ന വീഡിയോ ആയിരുന്നു പരിഹാസ രൂപേണ ഷഹനാസ് പങ്കുവച്ചത്. വ്യാജകനായിട്ട് വന്നപ്പോൾ തുടങ്ങിയ പെർഫോമൻസ് ആയിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി എന്നാണ് ഷഹനാസ് അതിൽ പറയുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: എണ്ണിക്കൊണ്ടിരുന്ന കോടികളെല്ലാം പറന്നു പൊങ്ങി പൊട്ടിത്തകർന്ന കുമ്മിളകൾ. ഇന്നലെ നീ ആരായിരുന്നു? ഇന്ന് നീ ആരാണ്? ഒക്കെ പോട്ടെ, മറ്റന്നാൾ നീ ആരാണാവോ? എന്തൊക്കെയായിരുന്നു? വ്യാജ കാർഡായിട്ട് വന്നപ്പോൾ തുടങ്ങിയ പെർഫോമൻസ് ആയിരുന്നു. എന്നിട്ടിപ്പോൾ എന്തായി? ശവമായി, പവനായി, ശവമായി. കോഴിക്കോട് ബീച്ചിലൊക്കെ തന്നെ ഉണ്ട് എന്നായിരുന്നു ഷഹനാസിന്റെ കുറിപ്പ്. പക്ഷേ ഷഹനാസിന് എവിടെയോ പണിപാളി എന്നുള്ളതാണ്. ആ പണിപാളൽ ഷഹനാസിന് തന്നെ തിരിഞ്ഞു കൊത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഗൂഢാലോചന കേസുണ്ടോ എന്ന് ചോദിച്ച് രാഹുൽ മാങ്കൂട്ടം DGPക്ക് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതി അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെ പരിഹസിച്ചുകൊണ്ട്, അതായത് ആഭ്യന്തര വകുപ്പിന് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന മാനസികാവസ്ഥയിലാണോ എന്നറിയില്ല, ഷഹനാസ്
കുമ്മിളകൾ പറത്തിക്കൊണ്ടാണ് അതിനെ പ്രതികരിച്ചത്. അതായത് ഈ പൊതുവെ പിണറായി വിജയനും രാഹുൽ മാങ്കൂട്ടവും തമ്മിലൊരു പോര് കടുക്കുന്നുണ്ട്. വിജയ എന്നൊക്കെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിളിക്കുന്ന ഒരു യുവ നേതാവ് കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ചിലപ്പോൾ ഷഹനാസ് ചിന്തിച്ച് കാണും, അത്തരത്തിൽ പിണറായി വിജയനെ എതിർത്ത് നിൽക്കുന്ന ഒരാളുടെ കേസ് അദ്ദേഹം നൽകുമ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അത് വേണ്ട രീതിയിൽ പരിഗണിക്കില്ല എന്നതായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ മുഖാമുഖം പല എതിരാളികളും ഉണ്ടാകാം. കൃത്യമായി കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങളോ ഗൂഢാലോചനകളോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തമായും ശക്തമായും അതിൽ കേസ് എടുക്കും എന്നുള്ളത് തന്നെയാണ്. ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകാം. അതിലപ്പുറം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അല്ലെങ്കിൽ ഷഹനാസിനെതിരെ നിയാസ് നൽകിയ പരാതി ഒക്കെ വളരെ ഗൗരവത്തോടെ എടുത്താൽ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ അടച്ചതും പിന്നീട് രാഹുൽ മാങ്കൂട്ടം പുറത്തു വന്നതിന് ശേഷം തനിക്ക് നേരിട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ അതിജീവിതമാരല്ല, അത് കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ്. അദ്ദേഹം അത് കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്. കോടതിയിൽ നിൽക്കുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ലാണ്. പക്ഷേ ഈ ഷഹനാസിനെതിരെയും അല്ലെങ്കിൽ ഹണി ഭാസ്കറിനെതിരെയും റിനിക്കെതിരെയും ഒക്കെ കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഷഹനാസ് വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയപ്പോൾ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അത് ആ വെല്ലുവിളികൾ അല്ലെങ്കിൽ അത് വലിയ സീരിയസ് ആയി എടുക്കില്ല എന്നാണ് ഷഹനാസ് കരുതിയത്. പക്ഷെ അവിടെയാണ് പണി പാളിയത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇനി ഷഹനാസിന്റെ കാര്യത്തിൽ എന്താകും എന്നുള്ളത്, ഈ പ്രിയ സജീഷ് ആരാണ്, വ്യാജ കാർഡുകൾ ഇറക്കിയോ, കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണം എന്നുള്ളതാണ്. നേരത്തെ ഈ അതിജീവിതമാർ പരാതിയുമായി വന്നപ്പോൾ അത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറഞ്ഞ ആളാണ് ഷഹനാസ്. അത്തരം കാര്യങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഇന്റർവ്യൂവിൽ അദ്ദേഹം നടത്തിയ അഭിമുഖത്തിൽ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഷഹനാസിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത്തരത്തിൽ പ്രിയ സജീഷ് ആരാണ് എന്നും അതിൽ വ്യക്തത വരുത്തേണ്ട ഷഹനാസ് ആണ്. ഇത്രയും ദിവസമായിട്ടും ഷഹനാസ് എന്തുകൊണ്ട് അതിൽ പരാതിയുമായി പോകുന്നില്ല? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായി വെല്ലുവിളിക്കാൻ കാണിച്ച തൻ്റെ ഇടവും ധൈര്യവും ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഷഹനാസ് കാണിക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിനെ തന്നെ മുൾമുനയിൽ നിർത്തുന്ന കാര്യങ്ങളാണ് ഷഹനാസ് അന്ന് പറഞ്ഞത്. പച്ചയ്ക്ക് കോൺഗ്രസിൻ്റെ അണികളെ, നേതാക്കളെയൊക്കെ കൊങ്ങികൾ എന്ന് വിളിക്കുന്ന ഷഹനാസ് ആളാവാൻ നോക്കി 8ന്റെ പണി മാഞ്ചു വെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇനി ജയിലിൽ പോകുന്ന രാഹുൽ മാങ്കൂട്ടമാണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അത് കാണാൻ സാധിക്കുമായിരിക്കും, അറിയില്ല. എന്തായാലും ഷഹനാസിന് തെറ്റ് പറ്റിയിട്ടില്ല എങ്കിൽ ഇപ്പോൾ കള്ളപ്പണ ഇടപാടുകളൊക്കെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൽ വ്യക്തത വരുത്തേണ്ടതും ഷഹനാസ് തന്നെയാണ്.